കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ 23ാമത് സംസ്ഥാന സമ്മേളനത്തിന് നാളെ കാസർഗോഡ് തുടക്കമാവും. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ 500-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. കർഷക തൊഴിലാളി പോരാട്ടങ്ങളുടെ ചരിത്രമുള്ള കുടക്കാടിന്റെ മണ്ണിലാണ് KSKTU 23ാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. കുടക്കാട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ തയ്യാറാക്കിയ കെ കുഞ്ഞിരാമൻ നഗറിൽ 3 ദിവസങ്ങളിലായാണ് സമ്മേളനം. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 512 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. കർഷക തൊഴിലാളികൾ പുതിയൊരു കാർഷിക സംസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കേരളത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ. അതിൻ്റെ 23ാമത് സംസ്ഥാന സമ്മേളനമാണ് നമ്മുടെ ജില്ലയിൽ കൊടക്കാട് വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. സ്വാഭാവികമായും അതിനുശേഷം നടക്കുന്ന സംസ്ഥാന സമ്മേളനമാണ് ഇത്തവണ നമ്മുടെ ജില്ലയിൽ നടക്കുന്നത്. 512 പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഈ സമ്മേളന കാലയളവിൽ സംഘടനാ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് സംസ്ഥാന സെക്രട്ടറി N. ചന്ദ്രൻ പറഞ്ഞു. അപ്പോൾ ഈ സംഘടന ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കർഷക തൊഴിലാളികളുടെ സംഘടന എന്നതിനോടൊപ്പം കേരളത്തിലെ മറ്റെല്ലാ പാവപ്പെട്ടവരുടെയും തെങ്ങുകയറ്റ തൊഴിലാളികൾ, അതുപോലെ പുറമ്പോക്ക് നിവാസികൾ, പട്ടികജാതി പട്ടികവർഗ സങ്കേതങ്ങളിൽ താമസിക്കുന്നവർ, സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന മറ്റ് ജനവിഭാഗങ്ങൾ, അവരെയെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംഘടന എന്ന നിലയിലാണ് ഇന്ന് കർഷക തൊഴിലാളി യൂണിയൻ പ്രവർത്തിക്കുന്നത്. കെ കുഞ്ഞിരാമൻ നഗറിൽ ഉയർത്താനുള്ള പതാക കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നെത്തിക്കും. ചൊവ്വാഴ്ച രാവിലെ 7:30 കയ്യൂരിൽ നിന്ന് മുൻ MP P. കരുണാകരൻ ജില്ലാ സെക്രട്ടറി KV കുഞ്ഞിരാമന് പതാക കൈമാറും. രാവിലെ 9:30 സമ്മേളന നഗരിയിൽ സംസ്ഥാന പ്രസിഡന്റ് NR ബാലൻ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാവും. പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ പ്രസിഡന്റ് A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളന പ്രതിനിധികൾ വൈകുന്നേരം കയ്യൂർ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തും. തുടർന്ന് നടക്കുന്ന രക്തസാക്ഷി സ്മൃതി സംഗമം അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ദേശീയ നേതാക്കളായ B. വെങ്കിട്ട്, ഡോക്ടർ വിക്രം സിംഗ്, ഡോക്ടർ V. ശിവദാസൻ, B. വെങ്കടേശ്വരലു, R. വെങ്കിട്ടരാമലു, ചന്ദ്രപ്പ ഹോസ്കോ, B. അമൃതലിംഗം എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. കൈരളി ന്യൂസ്, കാസർഗോഡ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് അടിത്തറ പാകിയ നേതാക്കളിൽ പ്രധാനിയായ P. കൃഷ്ണപിള്ളയുടെ 76ാമത് ചരമവാർഷിക ദിനം ആചരിച്ചു. വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലും മുഹമ്മയിലെ ചെല്ലിക്കണ്ടത്തിൽ ഭവനത്തിലുമാണ് അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും നടന്നത്. റിപ്പോർട്ട് കാണാം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഒരു തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഇല്ലാതാകുന്നതല്ല കേരളത്തിലെ ഇടതുപക്ഷമെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പറഞ്ഞു. ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ വാടിപ്പോയ നാടല്ല ഇതെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. ആലപ്പുഴ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ P. കൃഷ്ണപിള്ള അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും പിന്നിൽ കിടന്ന നാടിനെ സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ വഴിയിലേക്ക് വേഗത്തിൽ നയിച്ചു കൊണ്ടുപോകാൻ പ്രാപ്തമായ തരത്തിൽ സാമൂഹ്യ മാറ്റം നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1ാമത്തെ സെക്രട്ടറിയാണ്, അതിൻ്റെ തുടക്കക്കാരനാണ്. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ കാണാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. അനുസ്മരണ സമ്മേളനത്തിന് മുൻപായി രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന നടന്നു. മന്ത്രിമാരായ സജി ചെറിയാൻ, P. പ്രസാദ്, MLA മാരായ PP ചിത്തരഞ്ജൻ, H. സലാം, CPIM ജില്ലാ സെക്രട്ടറി R. നാസർ, CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്, CS സുജാത, CB ചന്ദ്രബാബു തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.